ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഘവൻ സാറിനോട് പിള്ള നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. വിഷ്ണു എങ്ങോട്ടാണ് പോയതെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് രാഘവൻ. വിഷ്ണു വലിയ മലമുകളിൽ ഇരുന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശാലിനി എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട്. ശാലിനിയിൽ നിന്ന് സത്യം അറിയാൻ വേണ്ടി വഴി തേടുകയാണ് വിഷ്ണു. പിന്നീട് വിഷ്ണുവിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറ്റാൻ ഓരോന്ന് ആലോചിക്കുന്ന സമയത്ത് അവിടേക്ക് വിവാഹവേഷത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയെ വിഷ്ണു കാണുകയാണ്. അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുന്നിൻ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് വിഷ്ണു അവളെ വിളിച്ചു. അവൾ അത് കേൾക്കുന്നതേയില്ല. അവൾ താഴേക്ക് ചാടാൻ ഒരുങ്ങുകയാണ്. അവൾക്കാണെങ്കിൽ മനസ്സിൽ പേടി തോന്നുകയാണ്. വിഷ്ണു പറയാണ്, ഷടാ, ഇതാരാണ്? എന്നെപ്പോലൊരു വേറൊരു അവതാരം ചാവാൻ ഒരുങ്ങി വന്നിരിക്കുന്നയാണല്ലോ എന്ന് പറയാണ്. ഞാൻ ഇവിടെ വെയിറ്റിങ്ങാ, നീ ചാടിക്കോ എന്നൊക്കെ വിഷ്ണു തമാശ പറഞ്ഞ് അവളെ ഓരോന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് ഓരോന്ന് പറഞ്ഞ് തടയുകയാണ് അവളെ. ശേഷം വിഷ്ണുവിനോട് അവൾ മനസ്സ് തുറക്കുകയാണ്. എൻ്റെ പേര് കാർത്തിക, ഞാൻ ഹർഷൻ എന്ന ആളുമായി പ്രണയത്തിലാണ്, ഒരുപാട് ഇഷ്ടത്തിലാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ സമ്മതിച്ചില്ല. അവന് US-ലാണ് ജോലി. അച്ഛൻ വേറെ വിവാഹം ഉറപ്പിച്ചു. ജയശങ്കർ എന്നാണ് എനിക്ക് ആലോചിച്ച ആളെ പേര്. എനിക്ക് അയാളോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. ഹർഷനെ ഫോണിൽ വിളിക്കാൻ പറ്റിയില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ അവൻ നാട്ടിലെത്തും എന്നൊക്കെ. അപ്പോൾ വിഷ്ണു പറയാണ്, അപ്പോൾ 2 ആഴ്ച ഒന്ന് മാറി നിൽക്കണമല്ലേ എന്ന്. വിഷ്ണു ചോദിക്കുകയാണ്, ഹർഷൻ വന്നാൽ നിന്നെ വിവാഹം ചെയ്യാൻ അയാൾക്ക് ചങ്കൂറ്റമുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതുവരെ നിൽക്കാൻ ഒരു സ്ഥലം വേണമല്ലേ? കൂട്ടുകാരികളുടെ വീട്ടിൽ പറ്റുമോ എന്ന്. അപ്പോൾ അവൾ പറയാണ്, കൂട്ടുകാരികളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അച്ഛനതറിയാം, എന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമെന്ന്. ശേഷം വിഷ്ണു തൻ്റെ കാര്യങ്ങളൊക്കെ കാർത്തികയോട് പറയാണ്. എന്നിട്ട് കാർത്തികയോട് വിഷ്ണു എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ എന്നൊക്കെ കാർത്തികയോട് പറയാണ്. കൊള്ളാം, ഉരൽ വന്ന് മദ്ദളത്തിനോട് സങ്കടം പറഞ്ഞതുപോലെയുണ്ട്. എന്നിട്ട് കാർത്തിക പറയാണ്, മാഷേ, നമ്മൾ 2 ആളുടെയും പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഒരേ ഒരു വഴി. നമുക്കൊന്നിച്ച് ഒരു തീരുമാനം എടുത്താലോ? ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് അവരെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ എന്ന് കാർത്തിക പറയാണ്. അങ്ങനെ വിഷ്ണുവും കാർത്തികയും തീരുമാനിച്ചു. കലി തുള്ളിയിരിക്കുന്ന രാഘവൻ നായരെയാണ് പിന്നെ കാണുന്നത്. രാഘവൻ്റെ മുമ്പിലേക്ക് സത്യഭാമ വരികയാണ്. രാഘവൻ സത്യഭാമയോട് ദേഷ്യത്തോടെ പറയാണ്, നിൽക്കവിടെ, ഈ പടി ചവിട്ടരുത്, രാഘവൻ നായരാണ് ഇത് പറയുന്നത് എന്ന് ദേഷ്യത്തിൽ സത്യഭാമയോട് പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്